നമ്മളിന്ന് ഫസിനോൻ്റെ ബ്രേക്ക് പാഡുകൾ മാറുകയാണ്. ഏകദേശം 12,000 കിലോമീറ്റർ ഇപ്പോഴുള്ള ബ്രേക്ക് പാഡ് നമ്മൾ ഉപയോഗിച്ചു. ഏതാണ്ടത് തേഞ്ഞ് തീർന്ന ലെവലിലാണ്. അപ്പം നമുക്ക് ഇന്ന് കാലിപ്പർ ഇതുപോലെ ഇളക്കി ബ്രേക്ക് പാഡുകളുടെ കണ്ടീഷൻ ചെക്ക് ചെയ്യാം. ഏകദേശം തീർന്നിട്ടുണ്ട്, ലൈനൊക്കെ ഏതാണ്ട് മാഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്കിനി ബ്രേക്ക് പാഡ് പുറത്തേക്ക് എടുക്കാം. ഏതാണ്ട് വിയർ മാർക്കിൻ്റെ ഒപ്പം തന്നെ തേയ്മാനം എത്തിയിട്ടുണ്ട്. ഇതിനി മാറുന്നതാണ് നല്ലത്. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഓട്ടത്തിൽ ബ്രേക്ക് പാഡ് തീരാനുള്ള സാധ്യത ഉണ്ട്. ഇനി നമുക്ക് ബ്രേക്കിൻ്റെ ബ്രാക്കറ്റ് ഇളക്കി മാറ്റാം. ഇപ്പോൾ ബ്രേക്കിൻ്റെ പിസ്റ്റണും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാം. ബ്രേക്ക് പാഡിൻ്റെ അത്യാവശ്യം പൊടിയും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിലുണ്ട്. ഈ പൊടി പിസ്റ്റൻ്റെ ചുറ്റും പറ്റിയിരിക്കുന്നുണ്ട്. വിരൽ കൊണ്ട് തുടയ്ക്കുമ്പോൾ ആ ഭാഗം ക്ലീൻ ആവുന്നുണ്ട്. നമ്മൾ ഈ പൊടിയോട് കൂടെ പിസ്റ്റൺ ഉള്ളിലേക്ക് തള്ളി പുതിയ ബ്രേക്ക് പാഡ് ഇട്ട് കഴിഞ്ഞാൽ പിസ്റ്റൺ അവിടെ സ്റ്റക്കായിരിക്കും. അതുകൊണ്ട് നമുക്ക് ബ്രേക്കിൻ്റെ ഹാർഡ്വെയറും കാര്യങ്ങളും എല്ലാം ഇളക്കി നമുക്ക് എല്ലാം നല്ല വൃത്തിയായിട്ട് ചെറിയ രീതിയിൽ ക്ലീൻ ചെയ്തെടുക്കാം. ഇതിനു വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് ഹാൻഡ് വാഷ് കലക്കിയ വെള്ളമാണ്. ഹാൻഡ് വാഷ് കലക്കിയ വെള്ളം കൊണ്ട് ബ്രഷ് ഉപയോഗിച്ച് ബ്രേക്ക് പാഡ് ഇരിക്കുന്ന ഭാഗവും അതുപോലെ തന്നെ കാലിപ്പറിൻ്റെ പിസ്റ്റൻ്റെ ഭാഗങ്ങളും നന്നായിട്ട് വൃത്തിയായിട്ട് തേച്ച് കഴുകിയെടുക്കുക. എന്നിട്ട് ഒരു തുണി കൊണ്ട് പിസ്റ്റൻ്റെ ചുറ്റുള്ള ഭാഗം നന്നായിട്ട് വൃത്തിയാക്കുക. തിരിച്ച് നമ്മൾ പിസ്റ്റൺ ഉള്ളിലേക്ക് തള്ളുമ്പോൾ ഒരു പൊടി പോലും ഓറിങ്ങുകളുടെ ഉള്ളിൽ കയറരുത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിസ്റ്റൺ ജാമാവുകയും ബ്രേക്കിന് ആക്ഷൻ കിട്ടാതിരിക്കുകയും ചെയ്യും. ആ പിസ്റ്റൻ്റെ അടിഭാഗമെല്ലാം നമ്മൾ തുടച്ചിട്ടിട്ടുണ്ട്. ഇനി നമ്മൾ ബ്രേക്ക് പാഡിൻ്റെ ഹാർഡ്വെയർ അഥവാ സ്പ്രിങ് തിരിച്ച് വെക്കുകയാണ്. എന്നിട്ട് കാലിപ്പറിൻ്റെ പിസ്റ്റൺ നമ്മൾ ഉള്ളിലേക്ക് തള്ളിയിട്ടുണ്ട്. ബ്രാക്കറ്റ് കാലിപ്പറുമേ പിടിപ്പിച്ച ശേഷം അതിൻ്റെ സ്ലൈഡിങ് എങ്ങനെയുണ്ട് നമ്മൾ പരിശോധിച്ചു. എല്ലാം ഓക്കെയാണ്. ഇനി നമ്മൾ പാഡ് വെച്ച് ബ്രേക്ക് പാഡിൻ്റെ പിന്നും ഇട്ട് പുതിയ ബ്രേക്ക് പാഡുകൾ നമ്മൾ പിടിപ്പിക്കുകയാണ്. ഇത് വളരെ ചെറിയൊരു കാര്യമാണ്. എല്ലാവരും അങ്ങനെ ശ്രദ്ധിക്കുമെന്നൊന്നും അറിഞ്ഞുകൂടാ. പക്ഷേ ഇങ്ങനെ ശ്രദ്ധിക്കാതെ പൊടിയോടുകൂടെ ബ്രേക്ക് പിസ്റ്റൺ തള്ളിക്കയറ്റുകയാണെങ്കിൽ അങ്ങനെ സ്റ്റക്കായി കഴിഞ്ഞാൽ അത് ഭയങ്കരമായ ബുദ്ധിമുട്ടാണ്. വളരെയധികം പണച്ചെലവും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കും. പ്രത്യേകിച്ച് മഴക്കാലത്ത്, മഴ സമയത്ത് റോട്ടിൽ നിന്നുള്ള ചളിയും കാര്യങ്ങളൊക്കെ ഇതുപോലെ തന്നെ ബ്രേക്കിൻ്റെ സിസ്റ്റത്തിൻ്റെ ഉള്ളിലേക്ക് വരും. അപ്പോൾ അതെല്ലാം വൃത്തിയാക്കിയിട്ട് വേണം ബ്രേക്ക് പാഡുകൾ ഇടാൻ. ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് പോക്കറ്റിൽ നിന്ന് പൈസ ഇറങ്ങണ ഒഴിവാക്കി വണ്ടി വളരെ കാലം നല്ല രീതിയിൽ കൊണ്ടു നടക്കാൻ കഴിയും.